ഈ ഒരു പാവ നായ്ക്കുട്ടി സ്പേസിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. എന്നാൽ അവൻ മാർസിൽ നിന്നും അവന്റെ വീടായ ഭൂമിയെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടേക്ക് ഒരു സ്പേസ് ഷിപ്പ് വന്നിറങ്ങുന്നു. ഇത് കണ്ട് ആ സ്പേസ് ഷിപ്പ് തന്നെ കൂട്ടാൻ വന്നതാണെന്ന് കരുതി ആ നായ്ക്കുട്ടി വളരെയധികം സന്തോഷിക്കാൻ ആരംഭിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ റോബോട്ട് അവിടേക്ക് വന്നത് ചൊവ്വയിലെ ചെറിയ കല്ലുകൾ ഭൂമിയിലേക്ക് എത്തിക്കാനാണ്. കാരണം ആ നായ്ക്കുട്ടി ഇപ്പോൾ ആ സ്പേസ് ഷിപ്പിലേക്ക് കയറാൻ നോക്കിയത് അതിന്റെ ഗേറ്റ് ഇപ്പോൾ ക്ലോസ് ആവുകയാണ്. അങ്ങനെ ആ റോബോട്ട് ഇപ്പോൾ അവിടെ നിന്നും കല്ലുകൾ പെറുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ആ നായ്ക്കുട്ടി ഇപ്പോൾ അതിനെ സഹായിക്കുകയാണ്. കൂടാതെ അവൻ ശേഖരിച്ച കല്ലുകളെല്ലാം ഭദ്രമായി അവൻ ആ സ്പേസ് ഷിപ്പിലെ കുറച്ച് കുപ്പികളിൽ സ്റ്റോർ ചെയ്യുന്നത് കണ്ട് ആ പപ്പി ഒരുപാട് കല്ലുകൾ ഇപ്പോൾ അവിടെ നിന്നും കുഴിച്ചെടുത്ത് ഇപ്പോൾ ആ റോബോട്ടിന് കൊടുക്കുന്നു. അങ്ങനെ ആ വർക്കെല്ലാം കഴിഞ്ഞ് ആ പപ്പി ഇപ്പോൾ തന്നെ കൊണ്ടുപോകാനായി ആ റോബോട്ടിനോട് ഇപ്പോൾ ചോദിക്കുകയാണ്. എന്നാൽ വിചാരിച്ചതുപോലെ ആ റോബോട്ട് ആ പപ്പിയെ ആ സ്പേസ് ഷിപ്പിലേക്ക് കയറ്റിയെങ്കിൽ ഒരുപാട് ഭാരം കാരണം ആ സ്പേസ് ഷിപ്പിനെ അവിടെ നിന്ന് പറക്കാൻ സാധിക്കുന്നില്ല. ഇത് കാരണം ആ റോബോട്ടിനെ ആ നായ്ക്കുട്ടിയെയോ അവൻ ശേഖരിച്ച കല്ലുകളെയോ ആ സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തു കളയണമായി. ഇങ്ങനെ ഒരുപാട് നേരത്തെ ചിന്തകൾക്കൊടുവിൽ ആ റോബോട്ട് ആണെങ്കിൽ ആ കല്ലുകൾ മുഴുവൻ പുറത്തു കളഞ്ഞ് ആ പാവം പപ്പിയുമായി ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു.